പ്രൈസ് ലോർഡ്. മീക പ്രവചനം 7-ാം അധ്യായം 8-ാം വാക്യപ്രകാരം പറയുന്നു, എൻ്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി നീ സന്തോഷിക്കല്ല്, ഞാൻ വീണുവെങ്കിലും ഞാൻ എഴുന്നേക്കും. എൻ്റെ ദൈവം എനിക്ക് വെളിച്ചമാണ്, ഞാൻ എഴുന്നേറ്റ് വരും. ഞാൻ ആത്മാവിൽ ആരും നോക്കി കൈമാറുകയാണ്. സ്തോത്രം. കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിന്നെ വീഴ്ത്തി കളയാൻ, നിന്നെ തകർത്ത് കളയാൻ, ഇല്ലാണ്ടാക്കാൻ പിശാച് ചില പദ്ധതി ഒരുക്കി. ഈ 2026 പോലും നീ കാണരുത്, നിൻ്റെ കുടുംബം കാണരുത് എന്ന് പറഞ്ഞ് പിശാച് പല പദ്ധതി ഒരുക്കി നോക്കി. പക്ഷേ ഞാൻ ആത്മാവ് കൈമാറുകയാണ്. അതിൻ്റെ നടുവിൽ മീക പ്രവചന പറയുന്ന പോലെ, സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ ശത്രുവായവളെ നീ എന്നെ ചൊല്ലി സന്തോഷിക്കല്ല്, ഞാൻ വീണുവെങ്കിലും ഞാൻ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കും. ഞാൻ പറയട്ടെ, ഇന്ന് നിന്നെ നിവർന്ന് നിർത്തുമാറാക്കിയത് ദൈവമാണ്, ദൈവത്തിൻ്റെ കരമാണ്. ആ കർത്താവിന് നന്ദി പറയുക. ഞാൻ വീണ്ടും ഈ ദൂത് പറയുമ്പോൾ തന്നെ ആരും നോക്കി ആത്മാവിൽ കൈമാറുകയാണ്. ഇത് നീ എഴുന്നേൽക്കുന്ന മണിക്കൂറുകളാണ്, എഴുന്നേൽക്കുന്ന മാസങ്ങളാണ്. പിശാച് എവിടെയോ നീ ഒതുങ്ങി കാണണം, ഒതുങ്ങിപ്പോകണം, നിൻ്റെ പേര് പോലും പുറത്ത് വരരുത് എന്ന് പറഞ്ഞ് പിശാച് സെറ്റ് ചെയ്ത ആ മേഖലയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് എന്നോട് കൈമാറുകയാണ്. ഇത് നീ അസാധാരണമായി നിങ്ങൾ എഴുന്നേൽക്കുന്ന മണിക്കൂറുകളാണ്. എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട മണിക്കൂറുകളാണ്. അതുകൊണ്ട് ആമേ വീഴ്ത്തുവാൻ ഭാവിക്കുന്ന, ഒതുക്കിക്കളയാൻ ഭാവിക്കുന്ന പിശാചിൻ്റെ മുഖത്തേക്ക് നോക്കി പറ, ധൈര്യമായ ആത്മാവിൽ വിളിച്ചു പറയണം, ഞാൻ എഴുന്നേറ്റ് നിവർന്ന് നിന്ന് ആമേ എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഞാൻ കാണും, ഞാൻ കുടുംബമായി കാണും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തിയെ കാണും. ഇത് ഞാൻ എഴുന്നേൽക്കുന്ന സീസണാണ്. ആമേ ചിലരുടെ മുമ്പിൽ ഞാൻ ഭയങ്കരമായി എഴുന്നേറ്റ് പുറത്ത് വരുന്ന സീസണാണ് ഇത്. കർത്താവ് സഹായിക്കട്ടെ. ഈ വാക്കുകൾ തന്നെ നിങ്ങൾ പ്രവചന ആത്മാവിൽ കൈമാറുക. നീ എഴുന്നേൽക്കുക തന്നെ ചെയ്യും, അത് നിശ്ചയമാണ്. കർത്താവ് സഹായിക്കട്ടെ.